dear students. ഇന്ന് നമ്മൾ സം ഓഫ് n ടേംസ് ഓഫ് എൻ എ പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ nth ടേമും അതുപോലെ ഒരു എ പി ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഒരു എ പി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 ഫോർമുലയാണ് എ പി കണ്ടുപിടിക്കാനായിട്ട്, എ പിയുടെ സമ്മ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ഫോർമുല Sn is equal to n by 2 into 2a plus n minus 1 into d. ഒരു എ പിയിലെ ടേംസ് തന്നിട്ട് അതിൻ്റെ സം ഓഫ് പെർട്ടിക്കുലർ ടേംസ് കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുക. ഫസ്റ്റ് ഫോർമുല n by 2 into 2a plus n minus 1 into d. ഇനി ഒരു എ പിയുടെ സമ്മ് കാണാൻ വേറൊരു ഫോർമുല കൂടി ഉണ്ട്, രണ്ടാമതൊരു ഫോർമുലയുണ്ട്. അതാണ് Sn is equal to n by 2 into a plus l. അങ്ങനെയാണ് നമ്മൾ പറയാം. അവിടെ എൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, അതിന് തന്നെയാണ് എ എന്ന് പറയുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൽ എന്ന് പറയുന്നത് തന്നെയാണ് എ എൻ, രണ്ടും സെയിം ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നതാണ് നമ്മൾ എ എന്ന് സാധാരണ എടുക്കാറുള്ളത്. സോ എൽ എന്ന് പറഞ്ഞാൽ എ എൻ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും തന്നാൽ നമുക്ക് സെക്കൻഡ് ഫോർമുല അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ 2 ഫോർമുലാസ് എ പിയുടെ സമ്മ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസും അറിയാം, നമ്പർ ഓഫ് ടേംസും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യാം, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫോർമുല ആയിരിക്കും കുറച്ചും കൂടി ഈസി. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് വേണമെന്നില്ല, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിഞ്ഞാൽ സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ച് എ പിയുടെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ ഫോർമുല ഉപയോഗിക്കാനായിട്ട്. ഏത് ഫോർമുല ഉപയോഗിച്ചാലും ഒരേ ആൻസർ തന്നെയാണ് വരിക, പക്ഷേ എപ്പോഴാണ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതെന്നത് ക്ലിയർ ആയിരിക്കണം. ഫസ്റ്റ് കേസ് കോമൺ ഡിഫറൻസ് വരുമ്പോഴാണ് അപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ കേസ് ലാസ്റ്റ് ടേം വരുമ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇങ്ങനെ 2 ഫോർമുലാസാണ് പ്രധാനമായിട്ട് എ പിയുടെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ആണ് ലാസ്റ്റ് എക്സസൈസ്, അതായത് 5.3 എക്സസൈസ്. 5.3 എക്സസൈസിൽ നമുക്കറിയാം ഈ വർഷം കുറേ പ്രോബ്ലംസ്, കുറേ പോർഷൻസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ എ പിയിൽ ഡിലീറ്റ് ആക്കിയിട്ടുള്ള പോർഷൻസ് എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 15 തൊട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഡെയിലി ലൈഫ് സിറ്റുവേഷനിലെ സം ഓഫ് n ടേംസ് ഓഫ് എൻ എ പി ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതാണ് ഈ വർഷം ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 15 തൊട്ടിട്ടുള്ള പ്രോബ്ലംസ്, അതായത് 15 തൊട്ട് 20 വരെയുള്ള പ്രോബ്ലംസ് നമുക്ക് വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാം, അത് എക്സാമിന് വരില്ല. ഈ വർഷം അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള പോർഷനാണ്. ബാക്കിയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എക്സസൈസ് 5.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് എ പി. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 2, 7, 12 etc. to 10 terms. ഒരു എ പിയുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എ പി ഇങ്ങനെയാണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 2, 7, 12 etc. up to 10 terms. 10 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ സം ഓഫ് n ടേംസിനെ Sn എന്ന് ഡിനോട്ട് ചെയ്യുമെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഏതാ 10 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 10 ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? S10 is equal to, അങ്ങനെ വേണം ഡിനോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ Snൻ്റെ ഫോർമുല കാണാൻ ഞാൻ പറഞ്ഞു, 2 ഫോർമുല. Snൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ 2 ഫോർമുല ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കോമൺ ഡിഫറൻസും പിന്നെ ഫസ്റ്റ് ടേമും അറിയാമെങ്കിൽ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. അടുത്തത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. അപ്പോൾ ഈ എ പിയിൽ ലാസ്റ്റ് ടേം ഏതാണെന്ന് നമുക്കറിയില്ല, അപ്പോൾ സെക്കൻഡ് ഫോർമുല അവിടെ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഏതായിരിക്കും അവിടെ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഫോർമുല ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വേണം. ഈ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഏത് ഫോർമുല വേണം അപ്ലൈ ചെയ്യാനുള്ളത് ക്ലിയർ ആവണം. അപ്പോൾ ഫസ്റ്റ് ഫോർമുല നമുക്കറിയാം n by 2 into 2a plus
n മൈനസ് 1 ഇൻറ്റു ഡി. ഇതായിരുന്നു ഫസ്റ്റ് ഫോർമുല. ഈ ഫോർമുലയോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ n-ന് പകരം 10 ആണ്, കാരണം 10 ടേംസ് ഓഫ് എൻ എ പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ S10 ഈസ് ഈക്വൽ ടു, ഇവിടെ n-ന് പകരം നമ്പർ ഓഫ് ടേംസ് 10 ആണ്. അപ്പോൾ 10/2 ഇൻറ്റു 2a, ഇവിടെ a എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 അല്ലേ, ഫസ്റ്റ് ടേം 2 പ്ലസ് n മൈനസ് 1, ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ് 10. അപ്പോൾ 10 മൈനസ് 1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് കാണാൻ അറിയാം, നമുക്കൊരു ടേമിന്ന് തൊട്ട് മുന്നത്തെ ടേം മൈനസ് ചെയ്താൽ മതി അല്ലേ. എന്ന് പറഞ്ഞാൽ ഏതാ 7 മൈനസ് 2 ഏതായിരിക്കും വരിക 5. ഇങ്ങനെയാണ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരിക. അതായത് നമുക്കറിയാം 10/2 എന്ന് പറഞ്ഞാൽ 5 ആയി, 2 ഇൻറ്റു 2 4 പ്ലസ് 10 മൈനസ് 1 9 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 പ്ലസ് 9 ഇൻറ്റു 5 45 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 49. 49 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 245 അല്ലേ. ഞാൻ ഈസി മെത്തേഡ് പറഞ്ഞിരുന്നു. ഈ 49ൻ്റെ ഹാഫ് എത്രയാണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള ഈസി മെത്തേഡ് 49ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 24.5. ആ ഡെസിമൽ മാറ്റിയാൽ മതി. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് 245. ദാറ്റ് വിൽ ബി സം ഓഫ് 10 ടേംസ് ഓഫ് എൻ എ പി. അപ്പോൾ വേറെ ഒന്നുമില്ല, ഫോർമുലയിൽ എ എൻ ഡി ഈ 3 കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ സം. ഇങ്ങനെയാണ് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സബ് ക്വസ്റ്റ്യൻ 2 കേട്ടോ. Second sub question, it is given like this. Negative 37, negative 33, negative 29 up to 12 terms. ഇവിടെ എത്ര ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? 12 ടേംസിൻ്റെ സമ്മാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർമുല വീണ്ടും എഴുതി, Sn is equal to n/2 into 2a plus n minus 1d. അതിൽ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ ഓരോന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 12 ടേംസിൻ്റെ സമ്മാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി വരിക S12 is equal to നമ്പർ ഓഫ് ടേംസ്, ഇവിടെ തന്നിട്ടുള്ള ഏതാ 12 ആണ്. അപ്പോൾ 12/2 into 2a, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ negative 37 അല്ലേ. അതിവിടെ എക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് n 12 ആണ്, 12 മൈനസ് 1. നമ്മൾ ഈ 12 മൈനസ് 1 ഡയറക്റ്റായിട്ട് 11 എന്ന് എഴുതി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. 12 മൈനസ് 1 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് കാണാനായിട്ട് ഈ എ പി ഡിക്രീസ് ചെയ്യല്ല ചെയ്യണത്. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്പേഴ്സ് ചെറുതാവല്ലേ എന്ന്. പക്ഷേ ഇത് നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ ആക്ച്വലി എ പി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് അല്ല, ഏതാ വരിക പോസിറ്റീവ് ആണ്. കാരണം നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സ് ചെറുതാവും തോറും വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ആക്ച്വലി എ പി ഇൻക്രീസിങ് ആണ്, ഡിക്രീസിങ് അല്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് negative 33 സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ negative 37 മൈനസ് ചെയ്തു. നെഗറ്റീവ് നെഗറ്റീവും കൂടി ഇവിടെ എന്താവും പോസിറ്റീവ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ negative 33 പ്ലസ് 37 എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കൊടുക്കുമ്പോൾ 4 എന്നാണ് വരിക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് അല്ല കോമൺ ഡിഫറൻസ് വരിക, പോസിറ്റീവ് ആണ്. കാരണം എ പി ഇൻക്രീസിങ് ആണ്. 12/2 എന്ന് പറഞ്ഞാൽ 6 ആയി, 2 ഇൻറ്റു negative 37 negative 74 ആയി, പ്ലസ് 12 മൈനസ് 1 11 ആയി, ഇൻറ്റു 4. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് 6 ഇൻറ്റു negative 74 പ്ലസ് 44 ആയി അല്ലേ. സോ ഇറ്റ് വിൽ ബി 6 ഇൻറ്റു വാട്ട് ഇറ്റ് വിൽ ബി negative 30 എന്ന് വന്നു, which is equal to negative 180. അപ്പോൾ സം ഓഫ് 12 ടേംസ് ഓഫ് എൻ എ പി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതായിരിക്കും വരിക negative 180. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്ന്? ഇവിടെ നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ സം ഏതായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 0.6 1.7 2.8. അവിടെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ ഇതാ 1.7 മൈനസ് 0.6 എന്ന് പറഞ്ഞാൽ എത്ര വരെ 1.1. എന്നിട്ട് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഇനി ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 4 സബ് ക്വസ്റ്റ്യൻ 1/15 1/12 1/10 അപ് ടു 11 ടേംസ്. ആ പ്രോബ്ലമാണ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ സബ് ക്വസ്റ്റ്യൻ 4 കേട്ടോ. സബ് ക്വസ്റ്റ്യൻ 4 then you will be getting like this. Question is given 1/15 1/12
1/10 up to 11 terms. Total how many terms are given? 11 terms are given. ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ S11 terms ആണ്. S11 is equal to 11/2 into 2 into A. ഫസ്റ്റ് ടേം ഇവിടെ ഏതാ 1/15 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 11 - 1 into D. കോമൺ ഡിഫറൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കണം. സെക്കൻഡ് ടേം 1/12 ആണ്. അതിൽ നിന്ന് ഫസ്റ്റ് ടേം 1/15 സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എൽ സി എടുക്കാനായിട്ട് 15 into 1 15 minus 12 into 1 12 divided by 12 into 15 180 അല്ലേ. 15 minus 12 എന്ന് പറഞ്ഞാൽ എത്രയായി 3/180 which is equal to 1/60. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വരിക 1/60 ആണ് വരിക. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ 1/60. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11/2 into 2 into 1 2 divided by 15 ആയി. 11 minus 1 10 into 1/60 എന്ന് പറഞ്ഞാൽ 10/60 അല്ലേ. 0 can be cancel, അല്ലെങ്കിൽ നമുക്കിവിടെ എൽ സി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ക്യാൻസൽ ചെയ്യാതെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. 11/2 into ഇവിടെ 15 ആണ്, ഇവിടെ 60 ആണ് അല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാതെ എൽ സി എടുത്താൽ കുറച്ചും കൂടി ഈസിയാണ്, അതുകൊണ്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ 60 ആണ്, ഇവിടെ ഏതാ 15 ആണ്. 15 60ലേക്ക് ചേഞ്ച് ചെയ്യാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 4 അല്ലേ. അപ്പോൾ ഇവിടെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 4. എൽ സി എടുക്കാനായിട്ട് 15നെ 60ലേക്ക് ചേഞ്ച് ചെയ്യാൻ 4 കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 into 4 what it will be 8 plus 10 divided by കോമൺ ആയിട്ട് എൽ സി ഏതാ എടുക്കാം 60. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യാതെ ചെയ്തത്. അപ്പോൾ എൽ സി എടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് it will be 11/2 into 8 plus 10 18 divided by 60. നമുക്ക് 18ലും 60ലും 6 ക്യാൻസൽ ചെയ്യാം. 3 ഇവിടെ ഏതാ വരിക 10 അല്ലേ. സോ ഇറ്റ് വിൽ ബി 3 into 11 which will be 33 divided by 2 into 10 what it will be 20. അപ്പോൾ നമുക്ക് സം ഓഫ് 11 terms of an AP എന്ന് പറയുന്നത് 33/20 എന്ന് വരും. ഇങ്ങനെയാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട കാര്യം ഫ്രാക്ഷൻസ് വരുമ്പോൾ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നിടത്ത് മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കോമൺ ഡിഫറൻസ് കാണുമ്പോഴൊക്കെ അവിടെ എൽ സി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെയിൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മളിവിടെ ഉപയോഗിച്ച ഫോർമുല ഏതാ? Sn is equal to n/2 into 2a plus n-1 into d. ഫസ്റ്റ് ഫോർമുലയാണ് ഇവിടേക്ക് അപ്ലൈ ചെയ്തത്. എന്താ റീസൺ? ഇവിടെ ലാസ്റ്റ് ടേം അവർ തന്നിട്ടില്ല. അപ്പോൾ ഏത് ഫോർമുല മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ഫോർമുല മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഫൈൻഡ് ദ സംസ് ഗിവൺ ബിലോ. ഇതായിരുന്നു സെക്കൻഡ് മെയിൻ ക്വസ്റ്റ്യൻ. സെക്കൻഡ് മെയിൻ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. 7 plus 10.5 plus 14 plus etc plus 84. ഈ എ പിയുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ പി തന്നിട്ടുള്ള 7 plus 10.5 plus 14 plus etc up to 84. പ്ലസ് എന്ന് പറഞ്ഞത് അതുവരെയുള്ള ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോമ ഇട്ട് തന്നാലും പ്ലസ് ഇട്ട് തന്നാലും ആക്ച്വലി ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. ഒരു എ പി രണ്ട് തരത്തിൽ പറയണത് മാത്രം. സമ്മ് കാണേണ്ട കേസിൽ ചിലപ്പോൾ അവർ പ്ലസ് 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 എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം ആ ടേമുകളുടെ എ പിയുടെ സമ്മ് കണ്ടുപിടിക്കണം എന്നാണ് അർത്ഥം. ഇതിൽ പ്രീവിയസ് പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഇവിടെ തന്നിട്ടില്ല. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ടേംസ് ഈസ് നോട്ട് ഗിവൺ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് ടേംസ് തന്നിരുന്നു, ഇവിടെ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല. അതൊരു കാര്യം. ഇനി ഇവിടെ വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഏതാ എ പിയുടെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 84. നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് പ്രോബ്ലംസിലൊന്നും ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ലാസ്റ്റ് ടേം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത് സെക്കൻഡ് ഫോർമുലയാണ്. കാരണം ലാസ്റ്റ് ടേം വരുന്ന കേസിലൊക്കെ സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ഈസി.
അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഫോർമുല. ഏതായിരുന്നു ഫോർമുല? Sn is equal to n/2 into a plus l. ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടിരിക്കുക. അതെങ്ങനെ മനസ്സിലായത്? ഇവിടെ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഇഫ് ലാസ്റ്റ് ടേം ഈസ് ഗിവൺ വി ക്യാൻ അപ്ലൈ ദ സെക്കൻഡ് ഫോർമുല. ദാറ്റ് വിൽ ബി ഈസി. ഇനി ഇവിടെ എത്ര ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് തന്നിട്ടില്ല. അപ്പം നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല ഈ APയിൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ഏതായിരുന്നു ആ ഫോർമുല? കുറച്ചും കൂടി ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് n is equal to l minus a by d plus 1. ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഈ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ടേമിനെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് an. ഇവിടെ an തന്നെയാണ് l എന്ന് പറയുന്നത്, രണ്ടും സെയിം ആണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 84 ആണെന്ന് അസ്യൂം ചെയ്യുക. തന്നിട്ടുള്ള ലാസ്റ്റ് ടേം 84 ആണ്. മൈനസ് ഫസ്റ്റ് ടേം 7 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഇവിടെ വരിക? d is equal to, ഇങ്ങനെയാണ് ചെയ്യുന്നത്, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ 10½ മൈനസ് 7 എന്നാണ് വരിക. 10½ ചേഞ്ച് ചെയ്യുമ്പോൾ 2 × 10 20 + 1 21/2 മൈനസ് 7 എന്ന് വരും. എന്ന് പറഞ്ഞാൽ LC എടുക്കുമ്പോൾ 21 മൈനസ് 2 × 7 എത്രയായി? 14 അല്ലേ. ഡിവൈഡഡ് ബൈ 2. 14 21 മൈനസ് ചെയ്താൽ ബാക്കി 7/2. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ വരിക 7/2 ആണ് കോമൺ ഡിഫറൻസ് വരിക. അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട്. ഇനി അവിടെ കോമൺ ഡിഫറൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 7/2 പ്ലസ് 1 അതാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയിൽ കൊടുക്കുമ്പോൾ വരും. വിച്ച് ക്യാൻ സിംപ്ലിഫൈഡ് ആസ് 84 മൈനസ് 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 77 ആണ്. ഡിവൈഡഡ് ബൈ 7/2 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 77. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ താഴെയുള്ള ടേം മുകളിലേക്ക് വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. 7/2 മുകളിലേക്ക് എടുക്കുമ്പോൾ എന്താവും? 2/7 ആയി. പ്ലസ് 1. 7 in 77 can be cancelled. How many times? 11. 11 into 2 22 plus 1 which is equal to 23. നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടി 23. അപ്പോൾ ഇങ്ങനെ ഈ ഫോർമുല ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ an എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ടേം ഇക്വേറ്റ് ചെയ്ത് ചെയ്യാം. പക്ഷെ അത് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഫോർമുല ആയിരിക്കും കുറച്ചും കൂടി ഈസി. ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടിക്കഴിഞ്ഞു 23 ആണ് അല്ലേ. ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എത്ര ടേമിൻ്റെ സമ്മായിരിക്കും കണ്ടുപിടിക്കുക? അതിൻ്റെ അർത്ഥം ഇതാണ്, ലാസ്റ്റ് ടേം എന്ന് പറയണത് എത്രാമത്തെ ടേം ആയിരിക്കും? 23 ടേം ആയിരിക്കും. അപ്പോൾ രണ്ട് തരത്തിൽ പറയാം. ഈ ഒരു APയിൽ ആകെ എത്ര ടേമാണ് ഉള്ളത്? 23. അപ്പോൾ ലാസ്റ്റ് ടേം എത്രാമത്തെ ടേം ആയിരിക്കും വരിക? 23rd ടേം ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സം ഓഫ് എത്ര ടേം ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക? 23 ടേം ആയിരിക്കും. അപ്പോൾ S23 is equal to n/2 എന്ന് പറയുമ്പോൾ 23/2 into a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം വിച്ച് ഈസ് 7 പ്ലസ് l എന്ന് പറഞ്ഞാൽ ഏതാ? ലാസ്റ്റ് ടേം വിച്ച് ഈസ് 84. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 23/2 into 84 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 91 അല്ലേ. 23 into 91 മൾട്ടിപ്ലൈ ചെയ്യണം. $2093 അല്ലേ. ഡിവൈഡഡ് ബൈ 2. ദാറ്റ് വിൽ ബി ദ ആൻസർ. S23 is equal to 2093 ഡിവൈഡഡ് ബൈ 2. വേണമെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാം. സാധാരണ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ഡെസിമൽ ആക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എഴുതിയാൽ മതി. 2093 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്രീവിയസ് പ്രോബ്ലംസ് ചെയ്തതിനേക്കാൾ എന്താണ് ഡിഫറൻസ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല, മറ്റൊന്ന് ഏതാ? ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടേം തരാണെങ്കിൽ സെക്കൻഡ് ഫോർമുല ആയിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഫോർമുല ഞാൻ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഫോർമുല ഉപയോഗിച്ചാൽ ഈ പ്രോബ്ലം ചെയ്യാം, പക്ഷേ അതിലെ കോമൺ ഡിഫറൻസ് പിന്നെ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഫോർമുല കുറച്ചും കൂടി ഈസി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സബ് ക്വസ്റ്റ്യൻ 2.
സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 34 പ്ലസ് 32 പ്ലസ് 30 പ്ലസ് എക്സിട്ര പ്ലസ് 10 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള AP. ഒബ്വിയസ്ലി ഇതും കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ് അല്ലേ, കാരണം ഏതാ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഏതാ ലാസ്റ്റ് ടേം? 10 അല്ലേ. അതുപോലെ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സിമിലർ ആണ് കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏത് ഫോർമുല ആയിരിക്കും ഇവിടെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക? സെക്കൻഡ് ഫോർമുല ആയിരിക്കും അല്ലേ. കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഫോർമുല ആയിരിക്കും. സെക്കൻഡ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ SN ഈസ് ഈക്വൽ ടു ഏതായിരുന്നു ഫോർമുല? n/2 ഇൻറ്റു A പ്ലസ് L. പക്ഷെ നമുക്കിവിടെ നമ്പർ ഓഫ് ടേംസ് അറിയോ? ഇല്ല. അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ടേംസ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. നമ്പർ ഓഫ് ടേംസ് അറിയാത്ത പ്രോബ്ലത്തിലൊക്കെ ആദ്യം n കണ്ടുപിടിക്കുക. ഏതായിരുന്നു നാം പറഞ്ഞ ഫോർമുല? L - A/D + 1. ഇതായിരുന്നു നമ്മുടെ ഫോർമുല. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ടേം എത്രയാ? 10. ഫസ്റ്റ് ടേം ഏതാ? 34. കോമൺ ഡിഫറൻസ് വേണം. D എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ AP എന്താ? ഡിക്രീസിങ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി നെഗറ്റീവ്. നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 32 - 34 വാട്ട് ഇറ്റ് വിൽ ബി? -2. അപ്പോൾ ഇവിടെ AP എന്നുള്ള APയുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരിക? -2 ആണ് വരിക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. D is equal to -2 + 1. 10 - 34 എന്ന് പറഞ്ഞാൽ എത്ര? -24 / -2 + 1. Negative can be cancelled. 2 in 24 12 + 1 which will be 13. അപ്പോൾ n-ൻ്റെ വാല്യൂ കിട്ടി. ഇവിടെ എത്ര കിട്ടിയത്? n is equal to 13. ഈ കിട്ടിയിട്ടുള്ള വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ n 13 ആണെങ്കിൽ എത്ര ടേമിൻ്റെ സം ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക? 13 ടേംസിൻ്റെ സം ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. ഉടനെ n-ന് പകരം എന്ത് കൊടുത്തു? 13 കൊടുത്തു. 13 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A. എന്ന് പറഞ്ഞാൽ ഏതാ? 34 പ്ലസ് ലാസ്റ്റ് ടേം ഏതാ? 10. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 13/2 അതുപോലെ തന്നെ എഴുതി. 34 + 10 വാട്ട് ഇറ്റ് വിൽ ബി? 44. 2 44ൽ കട്ട് ചെയ്യാം. എത്ര ടൈംസാ? 22 അല്ലേ. ബാക്കി എത്ര വരിക? 13 ഇൻറ്റു 22. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 22 ഇൻറ്റു 13 66 22 അല്ലേ. 286. So what you will be getting is 286. That will be sum of 13 terms. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. പക്ഷേ ആദ്യം n കണ്ടുപിടിക്കണമെന്ന് മാത്രം. അപ്പോൾ സെക്കൻഡ് ഫോർമുല കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. അതിൽ ആ D എടുക്കുമ്പോൾ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്താൽ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ നമ്പർ T. Question number 3 I am going to do. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ AP തന്നിട്ടുള്ളത് -5 പ്ലസ് -8 പ്ലസ് -11 പ്ലസ് എക്സിട്ര പ്ലസ് -230. ഇതായിരുന്നു നമ്മുടെ AP. കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യണത്. അവിടെ ആദ്യം നമുക്ക് ലാസ്റ്റ് ടേം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ n ആദ്യം കണ്ടുപിടിക്കുകയാണ്. n കാണാനായിട്ടുള്ള ഫോർമുല L - A/D + 1 അല്ലേ. ഉടനെ ലാസ്റ്റ് ടേം ഏതാ? -230 മൈനസ് A എന്ന് പറഞ്ഞാൽ -5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. കോമൺ ഡിഫറൻസ് കാണുമ്പോൾ ഇവിടെ നോക്കേണ്ടത് സെക്കൻഡ് ടേം ഏതായിരിക്കും വരിക? -8. അതിൽ നിന്ന് ഫസ്റ്റ് ടേം -5 മൈനസ് ചെയ്യണം. രണ്ട് നെഗറ്റീവ് കൂടുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും അല്ലേ. അപ്പോൾ ഇത് എന്തായി മാറും? -3. അതായിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഈ AP ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചെയ്യണേ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഡിക്രീസിങ്. നെഗറ്റീവ് നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യും തോറും വാല്യൂ എന്ത് ചെയ്യണേ? ഡിക്രീസ് ചെയ്യണം. അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആണ് കോമൺ ഡിഫറൻസ് വരിക. അത് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. -3 + 1. രണ്ട് നെഗറ്റീവ് കൂടി ഇവിടെ പോസിറ്റീവ് ആവും അല്ലേ. -230 + 5 divided by -3 + 1 which is equal to -225 അല്ലേ. 230 5 പോയാൽ 225 divided by -3 + 1. നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. 3
21-ൽ 7 ടൈംസ്, റിമൈനിങ് 1 15-ൽ 5 ടൈംസ്. അപ്പോൾ 3 ക്യാൻസൽ ചെയ്ത് കളയാം അവിടെ. 75 പ്ലസ് 1 വിച്ച് വിൽ ബി ഈക്വൽ ടു 76 ആണ് n വരിക. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഇവിടെ ഏതായിരിക്കും വരിക? 76. നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് എൽ എൽ. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 76. അപ്പോൾ 76/2 ഇൻറ്റു ഫസ്റ്റ് ടേം -5, ലാസ്റ്റ് ടേം ഏതാ? -230. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കട്ട് ചെയ്ത് കളയാം. 38 ടൈംസ് -235 കൂടി ആഡ് ചെയ്യണം. കാരണം എന്താ? സെയിം സൈൻ ആണ് അല്ലേ? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ -235. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 235 മൾട്ടിപ്ലൈഡ് ബൈ 38. Zero 398. അല്ലേ? 8930. സൈൻ ഏതാ വരാം? ഒന്ന് പ്ലസും ഒന്ന് ഏതാ? മൈനസും ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതാ വരാം? നെഗറ്റീവ്. അപ്പോൾ -8,930. ദാറ്റ് വിൽ ബി ദ സം. അപ്പോൾ ഈ സം കണ്ടുപിടിക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ വേണ്ട ടേമുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടുപിടിക്കണം. എന്നിട്ട് സം കണ്ടുപിടിക്കണം. മെയിൻ ക്വസ്റ്റ്യൻ 3 അതാണ് ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് പ്രോബ്ലംസ്. പ്രീവിയസ് 2 എക്സസൈസും നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണെങ്കിൽ തേർഡ് എക്സസൈസിൽ ഒരല്പം ചില ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഒരുപാട് ഫോർമുലകളുണ്ട്. ഏത് സമയത്ത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് മെയിൻ ക്വസ്റ്റ്യൻ 3. അതിൽ കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 സബ് ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ. ആ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് വെറൈറ്റി പ്രോബ്ലംസ് ആണ്. കാരണം ഓരോ കേസിലും ഓരോ ടേമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടേംസ്. അത് എങ്ങനെയാണ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് ഇത്ര മാത്രമാണ് ആദ്യം ആലോചിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ടേംസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഏതാണ് തന്നിട്ടുള്ളത് നോക്കുക. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നിട്ടുള്ളത് 6th ടേം ആണെങ്കിൽ 6th ടേം നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. തന്നിട്ടുള്ള സം ഓഫ് 5 ടേംസ് ആണെങ്കിൽ സം ഓഫ് 5 ടേംസിൻ്റെ ഫോർമുല ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അവിടേക്ക് എത്തുക. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് ആ പ്രോബ്ലംസ് ചെയ്യാം. തേർഡ് മെയിൻ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഇൻ ആൻ AP given A is equal to 5. A is equal to 5. D is equal to 3. And AN is equal to 50. Find N and SN. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. N-ഉം പിന്നെ ഏതാ SN-ഉം കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? A, D, AN ഇത്രയും ടേമുകൾ തന്നിട്ടുണ്ട്. We have to find out N and SN. ഇതിൻ്റെ അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ തന്നിട്ടുള്ളതെന്ന് നോക്കാം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇവിടെ തന്നിട്ടുള്ളത് ഏതാ? nth ടേം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 50 അല്ലേ. അപ്പോൾ അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. AN is equal to 50. നമുക്കറിയാം nth ടേം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ഏതായിരുന്നു ഫോർമുല? A plus n minus 1 into D. അതായിരുന്നു nth ടേം കാണാനായിട്ടുള്ള ഫോർമുല നമ്മൾ പഠിച്ചത്. ഈക്വൽ ടു എത്രയാ? 50 അല്ലേ. അതിൽ A എന്ന് പറഞ്ഞാൽ എത്രയാ? 5. N എന്ന് പറയണത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ n-ന് പകരം n തന്നെ എഴുതി അല്ലേ. n minus 1 into D എന്ന് പറഞ്ഞാൽ എത്ര വരിക? 3 അല്ലേ. ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 50 അല്ലേ. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോ ടേം എടുത്തിട്ട് 3 ഇൻറ്റു n വാട്ട് ഇറ്റ് വിൽ ബി? 3n. 3 into 1 what it will be? minus 3 is equal to 50. Next step 3n is equal to 50. 5 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -5 ആയി. -3 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +3 ആയി അല്ലേ. അപ്പോൾ 50 + 3 എന്ന് പറഞ്ഞാൽ എത്രയായി?
53 മൈനസ് 5 അങ്ങനെയാണ് വരിക. അപ്പോൾ 3n is equal to 53 minus 5 which is equal to 48. n is equal to 48. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി? ഡിവിഷൻ ആയി അല്ലേ? which will be equal to 16. നെക്സ്റ്റ് നമുക്ക് എസ് എൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് എസ് എൻ കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയ എത്രയാണ്? 16 അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? S16 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. S16 is equal to ഏതാ? നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട് അല്ലേ? അതിലെ ഫസ്റ്റ് ഫോർമുല നമുക്കിവിടെ ഉപയോഗിക്കാം. കാരണം 16th ടേം നമുക്കറിയില്ല, അതുകൊണ്ട് സെക്കൻഡ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ഫോർമുല തന്നെ അപ്ലൈ ചെയ്യണം. S16 is equal to ഏതായിരുന്നു ഫോർമുല? n/2 into 2a plus n minus 1 into d അല്ലേ? ഫോർമുല ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ ഇവിടെ 16 ആണ്. 16/2 into 2a. a എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 5. സോ 2 into 5 plus n minus 1 അല്ലേ? n എന്ന് പറഞ്ഞാൽ എത്രയാ? 16 minus 1 into d. കോമൺ ഡിഫറൻസ് എത്രയാ? 3 അല്ലേ? So it will be 16/2 which will be 8 into 2 into 5 10 plus 16 minus 1 what it will be? 15 into 3. So 8 into 10 plus 15 into 3 what you will be having? 45 which is equal to 8 into 45 plus 10 it will be 55. 55 into 8 എന്ന് പറഞ്ഞാൽ 440 അല്ലേ? സോ ഫൈനൽ ആൻസർ സം ഓഫ് n ടേംസ്, ഇവിടെ n എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ സം ഓഫ് 16 ടേംസ് ഓഫ് എൻ AP എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 440 ആയിരിക്കും വരിക. ഇങ്ങനെ വേണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് n കണ്ടുപിടിക്കണം. n കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ SN അല്ലെങ്കിൽ S16 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഗിവൺ a equal to 7. a equal to 7 ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. A13 is equal to 35. Find D and S13. D കണ്ടുപിടിക്കണം, അതുപോലെ ഏതാ? S13. ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. ഉടനെ നേരത്തെ ചെയ്ത പോലെ ഞാൻ പറഞ്ഞു 13th ടേമോടെ തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ടേമും നമുക്ക് അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസും പിന്നെ ഏതാ? സം ഓഫ് 13 ടേംസ് ആണ്. 13th ടേം ആണ് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? 13th ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്താ എഴുതാ? A13 is equal to 35. 13th ടേം കാണാനായിട്ടുള്ള ഫോർമുല ഏതാ? A plus 13 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 12D. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു n minus 1 എന്ന് പറയുമ്പോൾ 13 minus 1 എന്നാണ് വരിക. ഇവിടെ ഏതാവും? 12D എന്നായി. ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 35. ഇതിലെ A നമുക്കറിയാം എത്രയാ? 7. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then 12D is equal to what it will be? 35. Then 12D is equal to 35 minus 7 which will be equal to 28. Then D is equal to 28 divided by 12. നമുക്കിവിടെ 4 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? 7 ഇവിടെ ഏതാ? 3. So D will be equal to 7/3. ഫസ്റ്റ് ആൻസർ വരിക 7/3. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട ഏതാ? S13. S13 കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഫോർമുല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഫോർമുല എയും ഡിയും അറിയെങ്കിൽ ചെയ്യാം. രണ്ടാമത്തെ ഫോർമുല ലാസ്റ്റ് ടേം അറിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ 13th ടേം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം അല്ല വരിക. ആകെ 13 ടേംസ് അല്ലേ ഉള്ളൂ. അപ്പോൾ 13th ടേമിന് നമുക്ക് വേറൊരു പേര് പറയാം. ഏതാ? L അല്ലെങ്കിൽ AN എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ L ആണ് തന്നിട്ടുള്ളത്. ലാസ്റ്റ് ടേം അറിയാമെങ്കിൽ ചെയ്യാൻ ഏതാണ് എളുപ്പമുള്ള ഫോർമുല? സെക്കൻഡ് ഫോർമുല. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സെക്കൻഡ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. ഏതാ? n/2 into a plus l. എന്താ അത് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? L ഇവിടെ നമുക്കറിയാം ലാസ്റ്റ് ടേം ആണ്. 13th ടേം 13 ടേം ആണ് ആകെയുള്ളത്. അപ്പോൾ 13th ടേം ലാസ്റ്റ് ടേം ആയിരിക്കും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ n ന് പകരം 13 divided by 2
എ എന്ന് പറഞ്ഞാൽ എത്രയാ 7 അല്ലേ, പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്നാണ്, എന്ന് പറഞ്ഞാൽ എത്രയാ 35. 13th ടേം ആണ് ലാസ്റ്റ് ടേം കേട്ടോ, രണ്ടും സെയിം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 13 divided by 2 into 35 plus 7, what it will be 42. 242 നമുക്ക് കട്ട് ചെയ്യാം, 21 times. So 13 into 21 വരും. മൾട്ടിപ്ലൈ ആണെങ്കിൽ 273 അല്ലേ. You will be getting the answer 273. That will be sum of 13 terms. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫോർമുല സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ചിട്ടും സമ്മ് കണ്ടുപിടിക്കാം. അപ്പോൾ സെക്കൻഡ് ഫോർമുല കുറച്ചും കൂടി ഈസി ആയതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ ലാസ്റ്റ് ടേം അറിയാവുന്ന പ്രോബ്ലത്തിലൊക്കെ സെക്കൻഡ് ഫോർമുല അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. മെയിൻ ക്വസ്റ്റ്യൻ 3, സബ് ക്വസ്റ്റ്യൻ 3 ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോണത്. തേർഡ് സബ് ക്വസ്റ്റ്യൻ ട്ടോ. Given A12, it is given like this. A12 is equal to 37. D is equal to 3. And find A and S12. അപ്പോൾ A12 തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്, നമുക്ക് എയും S12ഉം കണ്ടുപിടിക്കണം അല്ലേ. ഇത് സിമിലർ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം കുറേയൊക്കെ. 12th ടേം തന്നിട്ടുള്ളത് 37 ആണ്, കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏത് കണ്ടുപിടിക്കാം, എ കണ്ടുപിടിക്കാം അല്ലേ. ഏതോ ഫോർമുല നമ്മൾ പറഞ്ഞ 12th ടേം ആണെങ്കിൽ 12th ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. A12 ഈസ് ഈക്വൽ ടു 37. 12th ടേം കാണാനുള്ള ഫോർമുല ഏതാ, എ പ്ലസ് 12 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ 11D. ഒന്ന് മൈനസ് ചെയ്തിട്ട് ഡി എടുത്താൽ മതി കേട്ടോ ഫോർമുലയായി. അപ്പോൾ ഈക്വൽ ടു 37. 12 മൈനസ് 1 ആണ് 11 ആയിട്ട് മാറിയത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ അറിയില്ല, എക്ക് പകരം എ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 11 ഇൻറ്റു ഡി, ദാറ്റ് വി നോ 3, ഇറ്റ് ഈസ് ഈക്വൽ ടു 37. എ ഈസ് ഈക്വൽ ടു 37. 11 ഇൻറ്റു 3 33 ആണ്, അത് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി മൈനസ് 33 ആയിട്ട് മാറും അല്ലേ. 11 ഇൻറ്റു 3 അപ്പുറത്തേക്ക് എടുത്തു കേട്ടോ. എ ഈസ് ഈക്വൽ ടു 37 മൈനസ് 33 വിച്ച് വിൽ ബി ഈക്വൽ ടു 4. സോ എയുടെ വാല്യൂ എത്രയായിരിക്കും വരിക, 4 ആയിരിക്കും വരിക. എ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്, S12. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, ഇവിടെ 12th ടേം നമുക്ക് അറിയാമെങ്കിൽ ഈ 12th ടേം എന്ന് പറഞ്ഞാൽ ഏത് ടേമാ, ലാസ്റ്റ് ടേം ആണ്. അപ്പോൾ ഏത് ഫോർമുല ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്, സെക്കൻഡ് ഫോർമുല ആയിരിക്കും. അപ്പോൾ S12 ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു എ പ്ലസ് എൽ. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 ടേംസ് ആണ്. 12/2 എ നമ്മൾ കണ്ടുപിടിച്ചത് എത്ര, 4 പ്ലസ് എൽ. വാട്ട് ഈസ് എൽ, വി ഹാവ് ലാസ്റ്റ് ടേം 37. 12 divided by 2, 6 into 37 plus 4, 41. 41 into 6 അല്ലേ. 41 into 6 എന്ന് പറഞ്ഞാൽ 246. So what will be sum of 12 terms, it will be 246. അപ്പോൾ അത് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. അപ്പോൾ ഏത് ടേം ആണോ നമുക്ക് തന്നിട്ടുള്ളത് അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ 12th ടേം തന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 12th ടേമിൽ നിന്ന്. എന്നിട്ട് എന്താണോ നമുക്ക് കണ്ടുപിടിക്കാൻ അവിടേക്ക് എത്തും നമ്മൾ. ഇതാണ് എൻ്റെ പ്രൊസീജിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. Given A3 is equal to 15. Fourth sub question. A3 is equal to 15. It is given. S10 is equal to 125. Find D and A10. ഈ രണ്ട് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് A3 ഈസ് ഈക്വൽ ടു 15 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A3 ഈസ് ഈക്വൽ ടു 15. A3 കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഏതാ, A പ്ലസ് 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഏതാ, 2D ഈസ് ഈക്വൽ ടു 15. അതിൽ നിന്ന് A ഈസ് ഈക്വൽ ടു 15, 2D അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി
മൈനസ് 2d. ഇങ്ങനെ എക്ക് ഡിയുടെ ഫോമിൽ ഒരു ടേം കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഡയറക്റ്റ് ആയിട്ട് എയുടെ ഫസ്റ്റ് ടേം ഇവിടെ തന്നിട്ടില്ല, കോമൺ ഡിഫറൻസ് ഇവിടെ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക. ഏതാ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ഡി നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ്. ഏതാ റിലേഷൻ? എ ഈസ് ഈക്വൽ ടു 15 മൈനസ് 2d. ഇത് ഫസ്റ്റ് ടേമിൽ നിന്ന് നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ സെക്കൻഡ് ടേം ഇനി ഏതാ തന്നിട്ടുള്ളത്? S10 അല്ലേ തന്നിട്ടുള്ളത്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S10 ഈസ് ഈക്വൽ ടു എത്രയാ? 125 ആണ്. S10ന്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോർമുല n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 125. അങ്ങനെയാണ് വരിക. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണ്. അപ്പോൾ 10/2 ഇൻറ്റു 2a. ഇവിടെ a എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ ഏതാ? 15 മൈനസ് 2d. നല്ലോണം ശ്രദ്ധിക്കുക. ഈ എക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഏതാ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ? a ഈസ് ഈക്വൽ ടു 15 മൈനസ് 2d എന്ന വാല്യൂ എക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു 15 മൈനസ് 2d എന്ന് എഴുതി. ബ്രാക്കറ്റ് മസ്റ്റ് ആണ്, കാരണം ഇതാ രണ്ട് ടേം ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് ഈസ് മസ്റ്റ്. അപ്പോൾ 2 ഇൻറ്റു എക്ക് പകരം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 15 മൈനസ് 2d. ഇത് എവിടെ നിന്ന് കിട്ടിയത്? നേരത്തെ നമ്മളൊരു റിലേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഏതാ? 10 മൈനസ് 1 ഇൻറ്റു d. അതുപോലെ തന്നെ എഴുതി ഈസ് ഈക്വൽ ടു 125. ഞാൻ എന്തിനാ ഈ എനെ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് അൺനോൺ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എനെ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അൺനോൺ ആയിട്ട് അവിടെ ഒരു വേരിയബിൾ ഉള്ളൂ. ഏതാ വേരിയബിൾ? ഡി. അപ്പോൾ അതിൽ നിന്ന് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എയും ഡിയും ഒരേ സമയത്തൂടെ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എനെ ഡിയുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ അവിടെ ഡി മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ചെയ്തത്. നമുക്കിനി നോക്കാം. 10/2 എന്ന് പറഞ്ഞാൽ 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ. 5 ഇൻറ്റു 2 ഇൻറ്റു 15 മൈനസ് 2d അതാണ് ബ്രാക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 15 ദാറ്റ് വിൽ ബി 30. 2 ഇൻറ്റു 2d വാട്ട് ഇറ്റ് വിൽ ബി 4d അല്ലേ. പ്ലസ് ഇവിടെയും ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റാം. 10 ഇൻറ്റു d 10d, -1 ഇൻറ്റു d -1d. ചെയ്തോന്നുകൂടി ഞാൻ പറയാം. 10/2 എന്ന് പറഞ്ഞാൽ 5 ആയി. 2നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 30 ആയി. 2നെ -2d പ്ലസ് ഇൻറ്റു മൈനസ് എന്നുള്ളത് മൈനസ് ആവും. 2 ഇൻറ്റു 2 4d ആയി മാറി. 10 ഇൻറ്റു d 10d, -1 ഇൻറ്റു d -1d ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുള്ളത്? 125 ആണ് സമ്മൻ തന്നിട്ടുണ്ട്. വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5 ഇൻറ്റു സിമിലർ ആയിട്ടുള്ള ടേംസ് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. 30 ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 10d ഉണ്ട്. അതിൽ നിന്ന് 4d മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6d ആയിരിക്കും വരിക. അതിൽ നിന്ന് 1dയും കൂടി മൈനസ് ചെയ്യണം. അപ്പോൾ -4ഉം -1ഉം കൂടി ആകുമ്പോൾ -5 ആയി. അപ്പോൾ 5 മൈനസ് ചെയ്യണം. 10 നിന്ന് 5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും മൈനസ് ചെയ്താൽ? 5d ആയിരിക്കും റിമൈൻ ചെയ്യുക. ഈസ് ഈക്വൽ ടു വാട്ട് ഇറ്റ് വിൽ ബി 125 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 5 ഇൻറ്റു വേണമെങ്കിൽ നമുക്ക് ആ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേമിന് അപ്പുറത്തേക്ക് എടുത്താൽ അത് ഡിവിഷനായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. 30 പ്ലസ് 5d ഈസ് ഈക്വൽ ടു 125. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് എടുത്താൽ ഡിവിഷനായിട്ട് ബൈ 5 എന്ന് വരും. ദാറ്റ് ഈസ് 30 പ്ലസ് 5d ഈസ് ഈക്വൽ ടു 5 in 125. How many times? 25 times. You can cut, then it is equal to 25. Then 5d is equal to 25 minus 30. 25 minus 30 എന്ന് പറഞ്ഞാൽ -5 ആയി അല്ലേ. അപ്പോൾ d is equal to -5. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ. 25 നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ -5 ആയി. മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് എടുത്തപ്പോൾ ഡിവിഷനായി. -5/5 എന്നായി മാറി. വിച്ച് ഈസ് ഈക്വൽ ടു -1 അല്ലേ പറഞ്ഞത്. d ഈസ് ഈക്വൽ ടു -1. ഇങ്ങനെയാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുക. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് തേർഡ് ടേമും
സം ഓഫ് 10 ടേംസും തന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് ടേമിൽ നിന്ന് എയുടെ ഡിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. എ ഈസ് ഈക്വൽ ടു 15 മൈനസ് 2d. അത് സം ഓഫ് 10 ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന് പകരം എക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഡിയുടെ ടേം മാത്രമേ വരുള്ളൂ, അൺനോൺ വാല്യൂ ആയിട്ട് ഡി മാത്രമേ വരുള്ളൂ. അത് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അതിൽ നിന്ന് ഡിയുടെ വാല്യൂ -1 നമുക്ക് കിട്ടും. ഈ ഡിയുടെ വാല്യൂ -1 കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A10 10th ടേം കണ്ടുപിടിക്കാം. 10th ടേം കണ്ടുപിടിക്കാനായിട്ട് ടെൻത്ത് ടേം A10 ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഫോർമുല A പ്ലസ് 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഏതാ? 9d അല്ലേ? സോ വാട്ട് വി ഹാവ് നൗ A ഈസ് ഈക്വൽ ടു 15 മൈനസ് 2d. ഇതാണ് എയും ഡിയും തമ്മിലുള്ള റിലേഷൻ. അതിൽ d ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി d ഈസ് ഈക്വൽ ടു -1 ആണ്. അതിൽ നിന്ന് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. A ഈസ് ഈക്വൽ ടു 15 മൈനസ് 2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ 15 മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറും? പ്ലസ്. 15 പ്ലസ് 2 വിച്ച് വിൽ ബി 17. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടും 17 എന്ന് കിട്ടും. എയുടെ വാല്യൂ 17 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ 17 ആണ്, പ്ലസ് 9 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് -1 അല്ലേ? അപ്പോൾ 17 മൈനസ് 9 വിച്ച് വിൽ ബി ഈക്വൽ ടു 8. അപ്പോൾ 10th ടേം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 8. അപ്പോൾ ആദ്യം നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞാൽ എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യം എന്ത് ചെയ്യണം? എ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഒരു ടേം കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ എയും ഡിയും മസ്റ്റാണ്. അപ്പോൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഏതാ റിലേഷൻ? എ ഈസ് ഈക്വൽ ടു 15 മൈനസ് 2d. ആ ഡി എന്നുള്ളതിൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ A10 ഈസ് ഈക്വൽ ടു 8. ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, കാരണം അതിൽ നമുക്ക് എ തന്നിട്ടില്ല, ഡി തന്നിട്ടില്ല അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം തന്നാൽ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ആദ്യം ഡി കണ്ടുപിടിക്കണം, പിന്നെ നമുക്ക് എ കണ്ടുപിടിക്കണം, എന്നിട്ട് 10th ടേം കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് 4th ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഗിവൺ d ഈസ് ഈക്വൽ ടു 5, d is equal to 5, S9 is equal to 75, find A and A9. D is equal to 5, S9 is equal to 75, find A and A9. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സം ഓഫ് 9 ടേംസ് തന്നിട്ടുണ്ട് അല്ലേ? കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് എത്രയാ? 5. കണ്ടുപിടിക്കേണ്ടത് എയും പിന്നെ ഏതാ? A9 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഉടനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സം ഓഫ് 9 ടേംസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? S9 ഈസ് ഈക്വൽ ടു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? S9 ഈസ് ഈക്വൽ ടു 75. നെക്സ്റ്റ് സ്റ്റെപ്പിൽ S9 ഫോർമുല എഴുതി n/2 ഇൻറ്റു 2a പ്ലസ് n minus 1 into d is equal to 75. ഇത് നമുക്ക് അറിയാവുന്ന പേര് ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ് അല്ലേ? 9/2 ഇൻറ്റു 2 ഇൻറ്റു എ നമുക്കറിയില്ല, എ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് n എന്ന് പറഞ്ഞാൽ 9 മൈനസ് 1 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. ഇറ്റ് ഈസ് ഗിവൺ 5 ഈസ് ഈക്വൽ ടു 75. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 9/2 ഇൻറ്റു 2a പ്ലസ് 9 മൈനസ് 1 8 ആയി. 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 40 അല്ലേ? അപ്പോൾ 2a പ്ലസ് 40 ഈസ് ഈക്വൽ ടു 75. ഇനി ആദ്യം 9/2 അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 2a പ്ലസ് 40 ഈസ് ഈക്വൽ ടു 75 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കണം അല്ലേ? എന്ന് പറഞ്ഞാൽ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്കും ചേഞ്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ 9/2 മാറിയിട്ട് എന്താവും? 2/9 ആവും.
നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം 2a പ്ലസ് 40 ഈസ് ഈക്വൽ ടു 75 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 150 ആയി അല്ലേ, ഡിവൈഡഡ് ബൈ 9. അതിൽ നിന്ന് 2a ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 9. വേണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. 3 in 9 3 times 15 5 അല്ലേ, 50 times. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 2a പ്ലസ് 40 ഈസ് ഈക്വൽ ടു 50 divided by 3. 2a is equal to 50 by 3 minus 40. അല്ലേ വരണേ, 2a is equal to 50 minus 3 into 40. LC എടുക്കുമ്പോൾ 3നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് 120 എന്നാവും അല്ലേ, ഡിവൈഡഡ് ബൈ 3, വിച്ച് ഈസ് 2a is equal to 120 എന്ന് 50 മൈനസ് ചെയ്താൽ നെഗറ്റീവ് 70 ഡിവൈഡഡ് ബൈ 3 എന്നാവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2a ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 70 ബൈ 3 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് a ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 70 ബൈ 3, മൾട്ടിപ്ലിക്കേഷൻ മാറി ഡിവിഷൻ ആവും, അപ്പോൾ ഇൻറ്റു 2 എന്നാവും. അറിയാം 2 70യിൽ കട്ട് ചെയ്ത് കളയാം, 35 ടൈംസ് അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ എത്രയായിരിക്കും വരിക, നെഗറ്റീവ് 35 ഡിവൈഡഡ് ബൈ 3. a ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 35 ഡിവൈഡഡ് ബൈ 3 അല്ലേ വരുന്നത്. ഇതുപോലെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, 9th ടേം ആണ് തന്നിട്ടില്ലെങ്കിൽ 9th ടേം നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അറിയാവുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അറിയാത്തൊരു വാല്യൂ മാത്രമേ ഉള്ളൂ, ഏതാ a. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടും. എയുടെ വാല്യൂ ഏതാ വന്നത്, നെഗറ്റീവ് 35 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, ഏതാ a9 കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. a9 എന്ന് കണ്ടുപിടിക്കാനായിട്ട് a9 ഫോർമുല നമുക്കറിയാം, a പ്ലസ് 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇതാ 8d അല്ലേ, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പോൾ നെഗറ്റീവ് 35 ബൈ 3 പ്ലസ് 8 ഇൻറ്റു d, കോമൺ ഡിഫറൻസ് 5 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് 35 ബൈ 3 പ്ലസ് 40 എന്നാവും, 8 ഇൻറ്റു 5. ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 35 ബൈ 3, 3നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് 35 പ്ലസ് 3 ഇൻറ്റു 40 120 ഡിവൈഡഡ് ബൈ 3. 120 മൈനസ് 35 എന്ന് പറഞ്ഞാൽ 85 അല്ലേ, പോസിറ്റീവ് വരും, ഡിവൈഡഡ് ബൈ 3. അപ്പോൾ a9 ഈസ് ഈക്വൽ ടു 85 ഡിവൈഡഡ് ബൈ 3 ആണ് വരുന്നത്. നോക്കി നോക്കാം, ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, ഫസ്റ്റ് എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്താ ചെയ്തത്, എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9th ടേം കണ്ടുപിടിക്കാനായിട്ട് എക്കും ഡിക്കും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആൻസർ 85 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, സബ് ക്വസ്റ്റ്യൻ 6. ഞാൻ പറഞ്ഞത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള എക്സസൈസ് ആണ്. 4-5 പ്രോബ്ലം കൂടി ഉണ്ട്, 2-3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6, given a is equal to 2, d is equal to 8, സിക്സ്ത് ക്വസ്റ്റ്യനിൽ a is equal to 2, d is equal to 8, എയും ഡിയും തന്നിട്ടുണ്ട്. sn is equal to 90, nth ടേം തന്നിട്ടുണ്ട്, 90 ആണെന്ന് പറയണം. ഫൈൻഡ് n and an, n-ഉം an-ഉം കണ്ടുപിടിക്കണം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് n and an. ഇവിടെ സം ഓഫ് n ടേംസ് തന്നിട്ട് n-ഉം an-ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഏത് ടേം കൂടി ഇവിടെ തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എഴുതി. നമുക്കിവിടെ sn കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല നമുക്കറിയാം, ഏതായിരുന്നു, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 90 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈസ് ഈക്വൽ ടു എന്താ 90 ആണ് അല്ലേ.
എന്നിന് n തന്നെ കൊടുത്തു, n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു വാല്യൂ. n/2 ഇൻറ്റു 2a, എക്ക് പകരം വാല്യൂ കൊടുത്തു 2 പ്ലസ് n-1 അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതുപോലെ തന്നെ എഴുതി. ഡിക്ക് പകരം 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇസ് ഈക്വൽ ടു 90. ഇവിടെ എക്കും ഡിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് n/2 ഇൻറ്റു 2 ഇൻറ്റു 2 4, 8 ഇൻറ്റു n വാട്ട് ഇറ്റ് വിൽ ബി 8n, 8 ഇൻറ്റു 1 വാട്ട് ഇറ്റ് വിൽ ബി -8 is equal to 90. This 2 can be taken to the right side, then n into 4 plus 8n minus 8 is equal to 2 നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 90 into 2 എന്നാവും, which you can write it as n into 8n ആദ്യം എഴുതിയ, ബാക്കി ഇവിടെ 8 minus 4 വരും അല്ലേ. 8 minus 4 എന്ന് പറഞ്ഞാൽ ഏതാ? -4. 8 നിന്ന് 4 മൈനസ് ചെയ്തു, ഗ്രേറ്റർ സൈൻ മൈനസ് ആയതുകൊണ്ട് -4 എഴുതി. ഈക്വൽ ടു 90 into 2 which will be equal to 180. Then you will be getting like this, n into, now we can multiply n into 8n. What is n into 8n? 8n square. n കൊണ്ട് ബ്രാക്കറ്റിൽ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് n into -4, what you will be getting? -4n is equal to what you will have? 180. ഈ 180നെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 8n square minus 4n minus 180 is equal to 0. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്കാണ് ആദ്യം അത് മാറി വരിക. ഇനി ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ഉണ്ട് 2 അല്ലേ. ആ 2 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 അല്ല 4 ഈവൺ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം അല്ലേ. 4 കോമൺ ആയിട്ട് എടുക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക എല്ലാറ്റിനെയും. അങ്ങനെയാണെങ്കിൽ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2n square, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് -n. 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് -45 ഈസ് ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതുപോലെ വരും. 2n square -n -45 ഈസ് ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് അറിയാവുന്ന ഒരു മെത്തേഡ് ഏതാ? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് സോൾവ് ചെയ്യാനായിട്ട് പോണത്. നല്ലോണം നോക്കുക എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് നമ്പർ ലെറ്റ് ഇറ്റ് ബി പി ആൻഡ് ക്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ഇൻറ്റു ലാസ്റ്റ് നമ്പർ, ഇതാണ് കണ്ടീഷൻ. ഏതാ ഫസ്റ്റ് നമ്പർ? 2. ലാസ്റ്റ് നമ്പർ ഏതാ? -45. ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും വരിക. ഇതാണ് പറഞ്ഞ കണ്ടീഷൻ. ഫസ്റ്റ് നമ്പർ ഇൻറ്റു ലാസ്റ്റ് നമ്പർ 2 into 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -90 അല്ലേ. ഇനി രണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കിട്ടണം? മിഡിൽ നമ്പർ. മിഡിൽ നമ്പർ എന്ന് പറയുമ്പോൾ n അല്ല, അവിടുത്തെ കോൺസ്റ്റൻറ്റ്. അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 1 ഉണ്ടെന്നാണ് അല്ലേ. അവിടുത്തെ നമ്പർ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? -1. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ആയിരിക്കണം 2 into 45, അതായത് 90 കിട്ടണം. സൈൻ നെഗറ്റീവ് ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടണം. ഇങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ. ഇതിനാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊഡക്റ്റ് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലസ്സും ഒന്ന് ഏതായിരിക്കും? മൈനസും ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ ഒന്ന് പ്ലസ് ആയിരിക്കും, ഒന്ന് മൈനസ് ആയിരിക്കും. അപ്പോഴാണ് പ്രൊഡക്റ്റ് ഏത് വരിക? നെഗറ്റീവ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഒരു വാല്യൂ പ്ലസ് ആയിരിക്കും, ഒരു വാല്യൂ ഏതായിരിക്കും? മൈനസ് ആയിരിക്കും. ഇനി ഏതാണ് ആ നമ്പേഴ്സ് എന്ന് അറിയാനായിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. $90 എന്ന് പറയുന്ന അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം 10 into 9, 2 into 45, 3 into 30, 2 into 40, നെക്സ്റ്റ് 4 into 4 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ കുറേ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം അല്ലേ. ഇതിൽ നമുക്ക് ആലോചിക്കേണ്ടത് ഇതാണ്, പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 90 വരണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -1. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്ലസ്സും ഒന്ന് ഏതാ? മൈനസും ആണ്. അപ്പോൾ അവിടെ അഡീഷൻ അല്ല, ആക്ച്വലി എന്താ ചെയ്യേണ്ട വരിക? സബ്ട്രാക്ഷൻ ആണ് നടത്തേണ്ടി വരിക. സബ്ട്രാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്
രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് 1 വരണം, അങ്ങനെയാണ് ആലോചിക്കുന്നത്. രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് 1 ആയിട്ടുള്ള നമ്പേഴ്സ് ഇതിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഏതാ? 10ഉം പിന്നെ ഏതാ? 9ഉം ആണ്. അപ്പോൾ നമ്പേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന് 10ഉം ഒന്ന് 9ഉം ആണ്. ഇനി ഇതിലെ ഗ്രേറ്റർ നമ്പറിന് ഏത് സൈൻ കൊടുക്കണം? മിഡിലെ സൈൻ കൊടുക്കണം, അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് 10 ആയിരിക്കണം, പോസിറ്റീവ് ഏതായിരിക്കണം? 9 ആയിരിക്കണം. ഇനി ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 10 × 9 90 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് കിട്ടിയില്ലേ? -90 ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 10ഉം പോസിറ്റീവ് 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ഏതാ വരിക? -1. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്? 9ഉം പിന്നെ ഏതാ? -10ഉം. ഇനി ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? സ്പ്ലിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതാം? മിഡിൽ ടേം ഏതാ? മിഡിൽ ടേം -1n. അതിനെങ്ങനെ എഴുതാം? മൈനസ് അല്ലെങ്കിൽ പ്ലസ് 9n -10n. എന്നിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്? പ്ലസ് 9n -10n. നോക്കിയേ, 10 നിന്ന് 9 പോയാൽ 1 -1n കിട്ടില്ലേ ഇവിടെ? അങ്ങനെയാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. 1n എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 10 - 9 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. -45 അതുപോലെ തന്നെ എഴുതി =0 അല്ലേ? നമ്മളിനി ഗ്രൂപ്പ് ചെയ്യും, അതാണ് പറഞ്ഞത്. ഫസ്റ്റ് 2 ടേം ഒരു ഗ്രൂപ്പായിട്ട് എടുക്കും, നെക്സ്റ്റ് 2 ടേം വേറൊരു ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്യണം അല്ലേ? അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക നോക്കാം. (2n² + 9n) ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ഏതുണ്ട്? n മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ആ n-നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. n ഇൻറ്റു ബാക്കി ഇവിടെ എന്തായിരിക്കും വരിക? 2n ബാക്കി ഉണ്ടായിരിക്കും. നോക്കുക, 2n² + 9n-ലെ n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ 2 ഉണ്ടായിരിക്കും, ഒരു n-ഉം ബാക്കി ഉണ്ടായിരിക്കും. പ്ലസ് 9n-ലെ n കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 9 മാത്രമാണ് പിന്നെ ഉണ്ടാവുക. അപ്പോൾ 2n + 9. 10n - 45 ആണ് നെക്സ്റ്റ് അല്ലേ? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാ? 5 ഉണ്ട് അല്ലേ? രണ്ടിലും കോമൺ ആയിട്ട് ആ 5ഉം പുറത്തെടുക്കാം. അപ്പോൾ -5 കോമൺ ആയിട്ട് പുറത്തെടുത്തു. നമുക്കറിയാം 5 പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് പോയാൽ ബാക്കി ഇവിടെ 5 × 2 ആണ് 10 അല്ലേ? ബാക്കി അവിടെ ഏതാ ഉണ്ടായിരിക്കുക? 2ഉം n-ഉം അവിടെ ബാക്കി ഉണ്ടാവും. 2n will remain in first term. സെക്കൻഡ് ടേമിൽ നെഗറ്റീവ് പുറത്തേക്ക് പോയി, 5 പുറത്തേക്ക് പോയി. 5 × 9 ആണ് 45. അപ്പോൾ അവിടെ ബാക്കി ഏതുണ്ടാവുക? +9. പ്ലസ് ആയിരിക്കും കേട്ടോ. രണ്ടിൽ നെഗറ്റീവ് നമ്മൾ പുറത്തേക്ക് എടുത്തു, 5ഉം പുറത്തേക്ക് എടുത്താൽ ഇത് പോസിറ്റീവ് ആവും, ബാക്കി അവിടെ 2n ഉണ്ടാവും. ഇത് പോസിറ്റീവ് ആവും, ഇവിടെ ബാക്കി 9 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എഗെയിൻ ഈ ബ്രാക്കറ്റ് കോമൺ ആയിട്ട് വരും. അതെല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ വരും. അപ്പോൾ റീഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് 2n + 9 നമ്മൾ അതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ബാക്കി ഇവിടെ ഏതുണ്ടാവുക? n. ഇവിടെ ഏതുണ്ടാവുക? -5 അല്ലേ? ഇവിടെ ഏതാ വരിക? n - 5 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് രണ്ട് ഫാക്ടേഴ്സ് വരും. ഇത് =0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് =0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ബ്രാക്കറ്റിൻ്റെ പ്രൊഡക്റ്റ് 0 വരണമെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് ബ്രാക്കറ്റ് 0 ആയിരിക്കണം. 2n + 9 = 0. അതിൽ നിന്ന് 2n +9 അപ്പുറത്തേക്ക് പോകുമ്പോൾ -9 ആവും. n = മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് മാറും. n - 5 = 0 എന്ന് n = എന്താ പറയുക? n - 5 = 0 ആണെങ്കിൽ n = ഏതാവും? 5. ഓരോ ബ്രാക്കറ്റും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ -9/2, ഒരു വാല്യൂ 5ഉം കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം, നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും ഫ്രാക്ഷനോ ഡെസിമലോ അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവോ വരില്ല. അത് എപ്പോഴും എന്താ വരുള്ളൂ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമേ വരുള്ളൂ അല്ലേ? അപ്പോൾ ഇതിൽ ഈ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും -9/2 വരില്ല. അപ്പോൾ ഏത് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ? 5. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ആൻസർ? n = 5. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുള്ള ഏതാ? an ആണ് അല്ലേ? an കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് ടേംസ് 5 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ a5 = ഇവിടെ nth ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ വരിക? 5th ടേം ആണ്. a5 = നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം അല്ലേ? ഫോർമുലയിൽ ഫസ്റ്റ് ടേം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. a = 2, d = 8.
ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? എ പ്ലസ് 4d ആണ് അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 പ്ലസ് 4 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്രയാണ്? 8. എ 2 പ്ലസ് 4 ഇൻറ്റു 8 എന്ന് വരും. 2 പ്ലസ് 4 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. then 32 plus 2 what it will be? 34. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 34. ഇങ്ങനെയാണ് നമുക്ക് ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെയാണ് ഓരോ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് എക്സസൈസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രോബ്ലം നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ഉള്ള ഒരു എക്സസൈസ് ആണ് തേർഡ് എക്സസൈസ്. ബാക്കിയുള്ള പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.